ജീവനും ജീവിതവും മറ്റെന്തിനേക്കാളും ചെറുതായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു തുടങ്ങുകയാണ്. അപ്പം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് ആ വ്യക്തിയുടെ അല്ല സമൂഹത്തിന്റെ പരാജയമാണ്. കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് തീസീസ്. അതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് പഠനമായി അവതരിപ്പിച്ചത്. മലയാളി ഇങ്ങനെ മരിക്കണമോ എന്നൊരു പുസ്തക രൂപത്തിൽ DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആത്മഹത്യകൾ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഫെയിലിയറാണ്. അതായത് പറയപ്പെടുന്നത് റോയ് CJ എന്നാണ് വിളിക്കണമെന്നാണ് SKN സാർ പറയുന്നത്. അപ്പോൾ റോയ് CJക്ക് ഏകദേശം 9,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇദ്ദേഹത്തിന് ഫൈൻ അടിച്ചാൽ എത്ര ഫൈൻ വരാനാണ്? 1000 കോടി ഫൈൻ അടിച്ചു എന്നിരിക്കട്ടെ, എന്നാലും 8,000 കോടി രൂപയുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ജയിലിൽപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ അപമാനിക്കുമെന്നോ അങ്ങനെ ഒരു നാണക്കേടോ അപമാനഭാരമോ ജയിൽ ഭയമോ ഒക്കെ കൊണ്ടായിരിക്കണം ആത്മഹത്യ. അപ്പോൾ ഏറ്റവും ദാരുണമായൊരു ഒരു സിസ്റ്റം കൊലപാതകമാണ്. അതൊരു സിസ്റ്റമിക് കൊലപാതകമാണ്. കാരണം ഈ കാശുള്ളവരെ, സമ്പന്നരെ, സെലിബ്രിറ്റികളെ ഹരാസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. ഒരു സെലിബ്രിറ്റി വിക്ടിം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പൊ നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം, ഫോർ എക്സാമ്പിൾ ടച്ച് വുഡ്, ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവും, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഐ വിൽ ബി വെരി ഹാപ്പി. ഈ അപമാനഭാരം കൂടിയുണ്ട്, കാശ് മാത്രമായിരിക്കില്ല. അതായത് കാശ്, അപമാനഭാരം, ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ നമ്മൾ വേട്ടയാടരുത്. അതൊരു പഴയ മൈൻഡ് സെറ്റാണ്. കാശുണ്ടാക്കുന്നതിനെ വേട്ടയാടണം, സംരംഭകനെ വേട്ടയാടണം. കാര്യം അവരാണ് സമൂഹത്തിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഉണ്ടെങ്കിലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ദീപകിന്റെ വിഷയത്തിൽ കുറെ കൂടി ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം നേരത്തെ പറഞ്ഞൊരു മരണം വരെ വന്നു ആളുകളുടെ മൈൻഡ് സെറ്റിനെ, അല്ലെങ്കിൽ ഇതിലൊരു ശരിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാന്ന് പറയുന്നു. ആ മരണത്തിന് മുമ്പായിട്ട് ഇതൊരു പരാതിയായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ, ദീപകിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ശരിക്കും നേരെ തിരിയുമായിരുന്നു. ഷിംജിത അതിജീവിതയായി വെളിയിൽ വിലസുകയും ദീപക് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. ദീപക്കും ശ്രീ റോയ് CJ പോലെ തന്നെ ആ ജയില് അപമാനഭാരം പേടിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. വേറെ എന്തിനാ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആദ്യം അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നീട് കല്ലെറിയും, ഏറ്റവും ഒടുവിൽ അംഗീകരിക്കും എന്ന് പറയും പോലെ അഭിപ്രായങ്ങളിൽ വേറിട്ട ശബ്ദം, ക്രൂശിക്കപ്പെട്ട ഒരാൾ ഇന്ന് ജനപ്രിയനാണ്. സോ കൂടിയുള്ളത് രാഹുൽ ഈശ്വറാണ്. നമസ്കാരം. ഹായ്. സംസാരിക്കാൻ വന്ന വിഷയങ്ങൾ മറ്റു തലങ്ങളിലോട്ടാണ്, മറ്റെന്തുമാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഈ മണിക്കൂറുകളിൽ നമ്മൾ ഇരിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണത്തിന്റെ വാർത്തകളിലാണ്, ആ ഒരു ഞെട്ടലിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഒരുപക്ഷെ ആത്മഹത്യ പല രീതിയിലേക്ക് ഇപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഈശ്വർ സംസാരങ്ങളിൽ സമകാലികമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന ദീപക് വിഷയമായിരുന്നെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു ഞെട്ടലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യൻ എവിടെ തോറ്റുപോകുന്നത്, അല്ലെങ്കിൽ ജീവനും ജീവിതവും മറ്റെന്തിനേക്കാളും ചെറുതായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു തുടങ്ങുകയാണ്. അപ്പം CJ റോയ് അല്ലെ, എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം, ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് ആ വ്യക്തിയുടെ അല്ല സമൂഹത്തിന്റെ പരാജയമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി, അങ്ങനെ എമിലി ഡുർഖെയിം അടക്കമുള്ള വലിയ പ്രമുഖർ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അത് ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആണ്. അപ്പോൾ എമിലി ഡുർഖെയിമാണ് ഏറ്റവും ഇതിലൊരു പ്രോമിനന്റ് അതോറിറ്റി. നമ്മുടെ നാട്ടിലെ DGP ആയിരുന്ന ഡോക്ടർ സിബി മാത്യൂസ് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് തീസീസ്. അതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് പഠനമായി അവതരിപ്പിച്ചത്. മലയാളി ഇങ്ങനെ മരിക്കണമോ എന്നൊരു പുസ്തക രൂപത്തിൽ DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആത്മഹത്യകൾ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഫെയിലിയറാണ്. അതായത് പറയപ്പെടുന്നത് റോയ് CJ എന്നാണ് വിളിക്കണമെന്നാണ് SKN സാർ പറയുന്നത്. അപ്പോൾ റോയ് CJക്ക് ഏകദേശം 9,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇദ്ദേഹത്തിന് ഫൈൻ അടിച്ചാൽ എത്ര ഫൈൻ വരാനാണ്? 1000 കോടി ഫൈൻ അടിച്ചു എന്നിരിക്കട്ടെ, എന്നാലും 8,000 കോടി രൂപയുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ജയിലിൽപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ അപമാനിക്കുമെന്നോ അങ്ങനെ ഒരു നാണക്കേടോ അപമാനഭാരമോ ജയിൽ ഭയമോ ഒക്കെ കൊണ്ടായിരിക്കണം ആത്മഹത്യ. ഇല്ലെങ്കിൽ ഒരാൾ ആദ്യത്തെ റിപ്പോർട്ടുകൾ തലയിൽ വെടിവെച്ചു എന്നാണ്, പിന്നെ നെഞ്ചി വെടിവെച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ദാരുണമായൊരു ഒരു സിസ്റ്റം കൊലപാതകമാണ്. അതൊരു സിസ്റ്റമിക് കൊലപാതകമാണ്. കാരണം ഈ കാശുള്ളവരെ, സമ്പന്നരെ, സെലിബ്രിറ്റികളെ ഹരാസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. ഒരു സെലിബ്രിറ്റി വിക്ടിം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സന്തോഷമാണ്. ഇത് മാത്രമൊന്നുമില്ല, ഷാറൂഖ് ഖാന്റെ മകൻ അല്ലെങ്കിൽ ശശി തരൂരിന്റെ ഭാര്യ, ഇതെല്ലാം പറഞ്ഞ് ഇവരെ ഒന്ന് ടാർഗറ്റും ടാർണിഷ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് അവരോടുള്ള സബ് കോൺഷ്യസ് ജലസി പലപ്പോഴും ഒരു ഫാക്ടറാണ്. ഇവരെ പിടിച്ചിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് തോന്നലാണ്. അപ്പം അതിലൊക്കെ ഹാരാസ്മെന്റിൽ പെട്ടായിരിക്കാം ലഭ്യമായ വിവരങ്ങളിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അവൈലബിൾ പബ്ലിക് നോളജ് എങ്ങനെയാണ് ഈ വാക്കുകളെ ആത്മഹത്യ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇത് ശരിക്കും കൊലപാതകമായിട്ട് സിസ്റ്റം ചെയ്യുന്ന കൊലപാതകമാണ്. എന്തിനാണ്? ഇത് തന്നെയാണ് ഞാനിപ്പോൾ EDA, IT, ഇൻകം ടാക്സ് എല്ലാം ബഹുമാനമാണ്. പക്ഷേ EDയുടെ അടക്കം പല കേസുകളിലെയും കൺവിക്ഷൻ റേറ്റ് 1% താഴെയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ 100 കേസെടുത്ത 1 കേസാണ് വിജയിക്കുന്നത്.
അപ്പോൾ ആ അർത്ഥത്തിൽ പലപ്പോഴും ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാനും ടാർണിഷ് ചെയ്യാനും, ഒരു പാർട്ടിയല്ല കേട്ടോ, എല്ലാ പാർട്ടിയും, അതായത് ഈ ബിസിനസ്സുകാർക്കെതിരെ കേസെടുത്തുള്ള ഗുണം എന്താ, അവർ അപമാനഭാരം, അവരുടെ ബ്രാൻഡിന് ഹിറ്റ് ഉണ്ടാവുമോ തുടങ്ങിയത് വെച്ച് രാഷ്ട്രീയക്കാരോട് കോംപ്രമൈസ് ചെയ്യും, രാഷ്ട്രീയക്കാരോട് കാശ് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ വിഷമത്തോടെ പറയട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ആ അജണ്ടയിലാണ് കാശുണ്ടാക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, പിന്നെ എവിടെ നിന്ന് അവർ കാശുണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നത്? അതായത് ഇപ്പോൾ 2026 ഇലക്ഷൻ വരിക, എല്ലാ പാർട്ടിയും കേട്ടോ, ഒരു പാർട്ടിയൊന്നുമില്ല, കോൺഗ്രസ്, CPM, BJP, 140 മണ്ഡലങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസിനും CPM നും BJPക്കും 280 കോടി പെർ പാർട്ടി അവർ ചെലവാക്കും. ഇതിനെയാണ് ലൂസിഫറിൽ നമ്മുടെ പൃഥ്വിരാജ് ആലങ്കാരികമായി 700 കോടി രൂപ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഖുറേഷി ഇബ്രാഹിമിന്റെ ഭാഗമായിട്ട് 700 കോടി രൂപ സായികുമാറിന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ വേണ്ടി. 700 കുറച്ച് എക്സാജറേറ്റഡ് ആയിരിക്കും, അത്രയും വരില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 200, 250 മുതൽ 300, 400 കോടി വരെ ഒരു പാർട്ടി ചെലവാക്കും. ആര് കൊടുക്കാനായി കാശ്? ഇത് ബിസിനസ്സുകാരുടെ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ED വിടും. ED പാർട്ടിക്ക് ഫണ്ട് കൊടുത്ത് അവരെ വിളിപ്പിക്കും, അടുത്തയിലേക്ക് വിടും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരത്തിന്റെ കലവറയില്ലാത്ത, എന്താ പറയണ, കള്ളത്തരവും അനീതിയും. ഇത് ഒരു ടാർഗറ്റ് ആൻഡ് ടാർണിഷാണ്. ഇവരിൽ നിന്നല്ല ആരുടെ നിന്ന് കാശ് കിട്ടാനാ? പൊതുജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ അവരുടെ നിന്ന് കാശ് കിട്ടു. കുറച്ചെങ്കിലും ബക്കറ്റ് പിരിവ് പിന്നെ ഇടതുപക്ഷ പാർട്ടികളെ നടത്തുള്ളൂ. ബാക്കിയുള്ളവർ ഫണ്ട് റേസ് ചെയ്യുന്നത് ഈ രീതിയിൽ ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്താണ്. അവർക്ക് വീണ്ടും ഗുണമാണ്. അപ്പൊ A വന്നാലും B വന്നാലും C വന്നാലും ഇതിനൊന്നും ഒരു പ്രശ്നമല്ല. BJPയോ തൃണമൂൽ കോൺഗ്രസോ CPM മാത്രമൊന്നുമല്ല. എല്ലാ പാർട്ടികളെയും ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യാനും ടാർണിഷ് ചെയ്യാനും മാത്രമേ കഴിയുള്ളൂ. അതിൽ നിന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കാശുണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ബൾക്കിന് എങ്ങനെയാ കാശുണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നത്? ഇത് ഈ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും അംബാനിമാരും അദാനിമാരും അടക്കം അതൊരു തെറ്റാണെന്ന് പറഞ്ഞാൽ എക്സ്റ്റോർഷൻ തെറ്റാണ്. പക്ഷേ ആ രീതിയിലാണ് പൊളിറ്റിക്കൽ ബിസിനസ് കോംപ്ലക്സ് നിൽക്കുന്നത്. ഇത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും. ഇപ്പൊ ഇറാഖ് യുദ്ധം അടക്കം അമേരിക്ക ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ്? ഓയിലാണ് അതിന്റെ താല്പര്യം, എണ്ണയ്ക്ക് വേണ്ടിയാണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ട്രംപിന് കുറച്ച് ഭ്രാന്തനാണെങ്കിൽ ട്രംപ് സത്യം പറയാൻ വഴിയില്ലാത്തതുകൊണ്ട് വെനിസ്വേല ആക്രമിച്ചത് ഓയിലിന് വേണ്ടിയാണെന്ന്, ഓയിൽ ഞങ്ങൾ നിയന്ത്രിക്കുമെന്നും പറഞ്ഞു. മുമ്പാണെങ്കിൽ അമേരിക്കക്കാർ കുറച്ചുകൂടെ ലോഡഡ് ലാംഗ്വേജിൽ വെനിസ്വേലയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും വെനിസ്വേലയിലെ മനുഷ്യാവകാശം സംരക്ഷിക്കാനും ഞങ്ങൾ വെനിസ്വേലയിലേക്ക് പോകുന്നു എന്ന് പറയും. ഇത് വേൾഡ് ഓവർ ഉള്ള ഒരു, എന്താ പറയുക, റിസോഴ്സ് മൊബിലൈസേഷൻ ടെക്നിക്കാണ്. അത് ആൾക്കാരെ വിടും, പേടിപ്പിക്കും, അതിൽ നിന്ന് കാശ് കിട്ടും, കോംപ്രമൈസ് ചെയ്യും. കോടതികൾ മാത്രമാണ് ഒരു പ്രതീക്ഷ. കോടതികളും അത്ര പല കാര്യങ്ങളിലും പ്രൊആക്റ്റീവ് ആകാറില്ല. പക്ഷെ വേറെ ആരും ഇല്ല പറയാനുള്ളതാണ് സത്യം. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും മലയാളികൾക്ക് പരിചിതമായിട്ടൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു വെൽ നോൺ ബിസിനസ് എന്നുള്ള രീതിയേക്കാൾ ഉപരി മലയാളിയെ ഈ വാർത്ത ഞെട്ടിച്ചത് അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള ഒരാൾ. എപ്പോഴും വാക്കുകളിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സംരംഭത്തിന്റെ പേര് പോലെ തന്നെ അത്രത്തോളം അല്ലെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന പല പരിപാടികളും, ആദ്യത്തെ ഏഷ്യാനെറ്റ് സ്റ്റാർസിംഗ് അടക്കം ഒരുപാട് പരിപാടികൾ സ്പോൺസർ ചെയ്ത്, ലാലേട്ടന്റെ കാസിനോ അടക്കമുള്ള ഒരുപാട് സിനിമ സ്പോൺസർ ചെയ്ത്. അവിടെയാണ് ഈ അപമാനഭാരം കൂടിയുണ്ട്, കാശ് മാത്രമായിരിക്കില്ല. അതായത് കാശ്, അപമാനഭാരം. ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ നമ്മൾ വേട്ടയാടരുത്. അതൊരു പഴയ മൈൻഡ് സെറ്റാണ്. കാശുണ്ടാക്കുന്നതിനെ വേട്ടയാടണം, സംരംഭകനെ വേട്ടയാടണം. കാര്യം അവരാണ് സമൂഹത്തിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഉണ്ടെങ്കിലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ ഇത് അദാനിയാണ്. ഇത് ഏത് പാർട്ടിയോട്? അപ്പോൾ അദാനി BJPയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അംബാനിയും കുറേയൊക്കെ BJPയോടും, പക്ഷേ എന്നാൽ കോൺഗ്രസിനോടും നല്ല ബന്ധമുള്ള ആളാണ്. അദാനിയെ തകർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. അപ്പൊ അദാനിക്കെതിരെ മറ്റേ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അദാനിയുടെ ഷെയർ ഒക്കെ ഭയങ്കരമായിട്ട് താഴെ പോയി. ഞാനൊക്കെ ശക്തമായിട്ട് പറഞ്ഞു അദാനിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, അദാനി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് തിരുവനന്തപുരം നമ്മുടെ വിഴിഞ്ഞം വരുന്നത്. ശരിക്കും ഒരു വ്യക്തി കൊണ്ട് ഇല്ലാതാകുമ്പോഴും ഈ സിസ്റ്റം ചിലപ്പോൾ നടന്നു പോയേക്കാം. പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തി കൊണ്ട് നഷ്ടപ്പെടുന്ന കുടുംബത്തിനെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. ഏതുപോലെ നമ്മുടെ യൂട്യൂബിന്റെ ഭാഷയിൽ വ്യൂസ് ജനറേറ്റ് എന്ന് പറയുന്ന ഒരു കഴിവാണെന്ന് പറയുന്നത് പോലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് കഴിവാണ്. അത് എല്ലാവർക്കും എല്ലാ രീതിയിലും പറ്റില്ല. പകരം അതിൻ്റെതായ സ്കില്ലുണ്ട്. ആ സ്കില്ലുള്ളവരെയാണ് നമ്മൾ സംരംഭകർ, ഓൺട്രപ്രണേഴ്സ്, ബിസിനസ്സുകാർ എന്നൊക്കെ വിളിക്കുന്നത്. അവർക്ക് ത്രൈവ് ചെയ്യാനൊരു എക്കോസിസ്റ്റം വേണം. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാവർക്കും കുറ്റം കണ്ടുപിടിക്കാം. നാളെ IT, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടക്കം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട് മേടിച്ചപ്പോൾ നിങ്ങൾ വില കുറച്ച് കാണിച്ചില്ലേ, അതിന്റെ പേരിൽ നിങ്ങൾ വീട് കുംഭകോണം എന്ന് പറഞ്ഞ് നമ്മളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈസിയായിട്ട് പറ്റും. ഈ ചെയ്യുന്ന IT വീട്ടുകാരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ എന്താ, ചില സിസ്റ്റത്തിലെ ചില കാര്യങ്ങളുണ്ട്. അതിനെ കണ്ണടയ്ക്കണമെന്നല്ല പറയുന്നത്, നമ്മളത് ഓണസ്റ്റ്ലി അംഗീകരിക്കണം. കണ്ണടയ്ക്കണമെന്നല്ല, കണ്ണു തുറന്ന് അംഗീകരിക്കണം. ആ രീതിയിലുള്ള വെൽത്ത് ക്രിയേഷനാണ് ലൂസിഫറിന് ശേഷം അല്ലെങ്കിൽ എമ്പുരാന് ശേഷം ഗോകുലം ഗോപാലൻ സാറിന് ഇതേപോലെ എത്രയോ ഇത് എടുക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം എന്താ പറയണേ, ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിന്റെ പ്രശ്നം നല്ലൊരു ശതമാനം നിയമങ്ങളും ഒരാൾക്കും ഗുണമില്ലാത്തതാണ്. അത് ഈ പുരുഷന്മാർക്കെതിരെയുള്ള പോക്സോ അടക്കമുള്ള നിയമങ്ങൾ മാത്രമൊന്നുമല്ല.
ഈസി ആയിട്ട് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ കുറച്ച് ടൂൾ വെച്ചിരിക്കും. ഈ ടൂൾ കൊണ്ട് സമ്പന്നരാകുന്നത് കുറച്ച് അഡ്വക്കേറ്റുമാർ, കുറച്ച് പോലീസുകാർ, ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് കുറച്ച് പേരാണ്. ബാക്കി ആർക്കും ഒരു ഗുണമില്ല. ഇതൊരു എക്സ്റ്റോർഷൻ ഗ്യാങ്ങിനെ പോലെ പ്രവർത്തിക്കും. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ റോയ് സാർ ഒന്നും അങ്ങനെ ചെയ്യരുതായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള വ്യക്തി കൂടുതൽ ശക്തമായി നിൽക്കണമായിരുന്നു. പക്ഷെ മടുത്ത് കാണും. ശരിക്കും ഇത്തരം ആത്മഹത്യകളോ മരണ വാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ സാധാരണക്കാരിൽ നമ്മളിപ്പോൾ ഉള്ള പല വ്യക്തികളും ഇത് സർവൈവ് ചെയ്ത് പോകുന്നു എന്നുള്ളതിന് വളരെ വലിയൊരു കാര്യമായിട്ട് മാറി പോകുന്നു. സത്യം പറയാനല്ലോ, വെറുതെ പറയാനല്ല. ഞാൻ എന്താ പറയണേ, ഇന്ത്യയുടെ കൊടി തോളിലിട്ട് നടക്കുന്നതും ഗാന്ധിജിയുടെ ടാറ്റു പിടിച്ച് നടക്കുന്നതിനുമാണ്. പക്ഷെ സത്യം പറയാലോ, നമ്മുടെ സിസ്റ്റം വളരെ മോശമാണ്. പറയുന്നതിന് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ഒരു മടിയില്ലാതെ കള്ളം പറയണ പോലീസുകാർ കോടതിയിൽ ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ താഴെ പോയി നിന്ന് അബ്സല്യൂട്ട്ലി പച്ചങ്കളെ പറയുന്ന പ്രോസിക്യൂട്ടർമാർ ഇവർ പറയുന്ന കള്ളമായിട്ടും എന്നാൽ 2 ആഴ്ച ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്ന നിയമ സംവിധാനം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു നീതി പലപ്പോഴും വേണ്ട രീതിയിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു ക്രൂവൽ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ കഴിയൂ. ആ മനസ്സിലാക്കി അങ്ങനെയല്ല, ഇത് നന്നാവണം, കാര്യം നമ്മുടെ മക്കൾ വളർന്നു വന്ന ലോകത്ത് കുറെ കൂടെ മെച്ചമാകണം എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ വെൻസ് കമ്മീഷൻ അടക്കം ഫൈറ്റ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല. കാര്യം നാളെ ആർക്കും ഇതാകാം. അത് സിമ്പിളായി പറയാം. നാളെ +1 +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഇപ്പം എൻ്റെ മോൻ്റെ കാര്യത്തിൽ പറയാം, +2 പഠിക്കുകയാണ്. അവന് +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടായി. അവർക്കൊരു പക്ഷേ അവരേതെങ്കിലും ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഒരു ഇൻറ്റിമേറ്റ് മൊമെൻ്റ് ഉണ്ടായിരിക്കട്ടെ. പെൺകുട്ടിയുടെ വീട്ടുകാർ പോക്സ് കൊടുത്ത് അവന് 20 വർഷം അടിച്ചുകൊടുക്കും. എന്ത് തരം ന്യായമാണ്? ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ പലപ്പോഴും ഒരു മുസ്ലിം പയ്യൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അവന് 19 വയസ്സ്, പെൺകുട്ടിക്ക് 17 വയസ്സ്. വീട്ടുകാരറിഞ്ഞു, ഇവരുടെ നിക്കാഹും കല്യാണവും അടക്കം എല്ലാം റെഡി ആയതാണ്. ഇവർക്ക്, അതായത് വീട്ടുകാരറിഞ്ഞു, അവളുടെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും പ്രശ്നമില്ല, അവളുടെ അച്ഛനും അമ്മനും പ്രശ്നമില്ല, എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ +2 പഠിച്ചിരുന്ന ഈ കുട്ടിയുടെ സ്കൂളിൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ കൗൺസിലർ കിള്ളി ഇങ്ങനെ വീണ്ടും വീണ്ടും തോണ്ടി ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെന്റ്സ്, ഇങ്ങനെ ഹാർഡ് കോർ സെക്സ് ഒന്നുമല്ല, കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ മറ്റേ കൗൺസിലർ അത് പോലീസിന് റിപ്പോർട്ട് ചെയ്തു. അവന് 1.5 വർഷം ജയിലിലാണ്. ആരെ കാണിക്കാനാണ് ഈ നിയമം? ഞാൻ ചോദിച്ചു, മോനെ ആരെ നിന്നെ വീട്ടിൽ കാണാൻ വരാറുണ്ട്? ഉണ്ട് കേട്ടാ, ഭാര്യ സ്ഥിരം വരാറുണ്ട്, ഭാര്യയും ബാപ്പയും കൂടെ വരാറുണ്ട്. അതായത് ഇവൻ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന പെണ്ണാണ് ഇവന് സ്ഥിരം കൊണ്ടുവരുന്നത്. അവരാണ് കാശ് റേസ് ചെയ്യാൻ പോകുന്നത്. ആരെ പറ്റിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്? ഇത് ഞാൻ പറയുന്നത് എനിക്ക് വേദനയോടാണ് പറയുന്നത്. ഞാൻ തട്ടിപ്പെന്ന വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നിയമ സംവിധാനത്തിലെ പലതും ഒരു ഗ്രാൻഡ് മേക്ക് ബിലീഫാണ്. ഒരു മേക്ക് ബിലീഫാണ് ഈ സാധനങ്ങളെല്ലാം, അല്ലാതൊന്നുമല്ല. പോലീസ് റിക്കവർ ചെയ്യുന്നത്, എൻ്റെ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ റിക്കവർ ചെയ്യുന്നത്, തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം റിക്കവർ ചെയ്യുന്നത്, ശബരിമല കേസിൽ ഗോവർദ്ധൻ്റെ വീട്ടിൽ നിന്ന് 450 ഗ്രാം പിടിച്ചെടുക്കുന്നത്, അതായത് 2018 ഉണ്ടെന്ന് പറയുന്ന സ്വർണ്ണമാണ്. ചെന്നിട്ട് അതെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, ഗോവർദ്ധൻ നിങ്ങൾ കുറച്ചു കാലം ജയിലിൽ കിടക്കാൻ പോവാണ്, നമ്മുടെ ഭാഗത്തു നിന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റിക്കവറി നോക്കുകയാണ്. അതായത് റിക്കവറി കാണിച്ചാലേ പോലീസിനൊരു ഗുമ്മുള്ളൂ. പോലീസ് അപ്പോൾ അവിടെ പോയി അയാളുടെ വീട്ടിൽ ഇവിടെ 450 ഗ്രാം ജ്വല്ലറി അല്ലേ, സ്വർണ്ണം കാണും, 450 ഗ്രാം വരും. അപ്പോൾ ഒരു വെയിറ്റാണ്. അപ്പോൾ ഈ വെയിറ്റിന് വേണ്ടിയിട്ടാണ് ഇ.ഡി. അപ്പോൾ ഇ.ഡി. റെയ്ഡ് ചെയ്യുന്നു. അടുത്തത് ഇ.ഡിക്ക് എന്തെങ്കിലും വേണം, ഇ.ഡി. വേറെ 100 ഗ്രാം എടുത്തുകൊണ്ട് വരും. ചുമ്മാ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒന്ന് റിക്കവറി ചെയ്യുന്ന കാണിക്കാമല്ലോ. അതുപോലെ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം റെയ്ഡ് നടത്തി പിടിച്ചു എന്നൊക്കെ ഹൈക്കോടതിയുടെ പെർമിഷനോടുകൂടി, ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി ദേവസ്വം ബോർഡ് പബ്ലിക്കലി പരിപാടി വെച്ച് തന്ത്രിയുടെ വീട്ടിൽ കൊടുത്തുവിട്ട സാധനമാണ്. ഇതൊരു തട്ടിപ്പെന്ന് പറഞ്ഞോളൂ, തട്ടിപ്പെന്ന് പറഞ്ഞാൽ മോശമാണ്. ഇതൊരു ഗ്രാൻഡ് മേക്ക് ബിലീഫാണ്. അതായത് മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കള്ളമാണെന്ന് അറിയാം, പക്ഷേ എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ച് ചെയ്യുന്നൊരു കള്ളത്തരം. ഇതിൻ്റെ എക്സ്ട്രീമാണ് നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂകളൊക്കെ പറഞ്ഞ ദിലീപേട്ടൻ്റെയും പൾസർ സുനിയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്യുകയാണ്. എൻ്റെ അപകടം ആലോചിച്ച് നോക്കി, ഏയുടെ കാലമാണ്. നാളെ ഇനി ഈസി ആയിട്ട് ഏയുടെ സാധനത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പോലീസുകാർ ഉണ്ടത്രയെന്ന് പറഞ്ഞാൽ മതി. ഇത് അപ്പുറത്തെ വശവും സംഭവിക്കും. ഇത് ഉണ്ടായി കയറിയാണെങ്കിൽ പോലും ഇനി പക്ഷെ എന്താ അറിയോ, ഇത് ആണെന്ന് പറയാൻ ട്രയലിന്റെ ഘട്ടത്തിലേ പറ്റും. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് നമ്മുടെ നിയമ സംവിധാനവും കോടതികളും സ്ട്രോങ് ആണ്. ഏത് ഘട്ടത്തിൽ? ട്രയൽ ഘട്ടത്തിൽ. അതായത് 2 ഘട്ടമുണ്ട്. ഒന്ന് ജാമ്യം കിട്ടുന്ന ഘട്ടവും, 2 വിചാരണ നടന്ന ഘട്ടവും. വിചാരണയിൽ കള്ളം പറഞ്ഞ് ജയിക്കാൻ പറ്റൂല. കോടതികളും ഷാർപ്പാണ്, മറുഭാഗത്തിന് പൊളിക്കാനും പറ്റും. പക്ഷേ ഈ ബെയില് കിട്ടുന്ന അവസരത്തിൽ ഒരു മിനി ട്രയൽ ചെയ്യാൻ പാടില്ല. അതായത് കോടതി ഇൻഡെപ്ത് ആയിട്ട് കേസിലേക്ക് പോകരുത്. ഇതാണ് അതിൻ്റെ ഒരു റൂള്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീഴ്വഴക്കം. അപ്പം കോടതികൾ ഇപ്പോൾ ഒക്കെ കുറേ പോകുന്നുണ്ട്, പോവില്ല എന്ന് പറഞ്ഞാലും. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസിന് എന്ത് കള്ളവും പറയാം, ഉണ്ടത്രയെന്ന് പറഞ്ഞാൽ മതി. ബിജു മേനോൻ പറഞ്ഞത് ഏറ്റവും ഉപയോഗിക്കുന്നത് മീഡിയക്കാരെ കാട്ടി പോലീസുകാരാണ്. മീഡിയക്കാരെ കാട്ടി പോലീസുകാർ പൾസർ സുനിയും ദിലീപും തമ്മിൽ ഒരു ഫോട്ടോ കിട്ടിയിട്ട് വന്നിട്ടേ, ഞങ്ങൾക്ക് 4 ആഴ്ച വേണം ഈ കേസ് അന്വേഷിക്കാൻ, അതുകൊണ്ട് ദിലീപിന് 4 ആഴ്ച ജാമ്യം കൊടുക്കരുത്. അപ്പം കോടതി പറയും 4 ആഴ്ചയൊന്നും പറ്റൂല, 2 ആഴ്ച ജാമ്യം 2 ആഴ്ച അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. എൻ്റെ കാര്യത്തിൽ സാർ 8 ദിവസം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലാണ്. കോടതി പറഞ്ഞു 3 ദിവസം എടുത്തോളൂ. എന്തോന്ന് അന്വേഷിക്കാനാണ്? അത് ജീവിതം അധിക്ഷേപിച്ചു. അപ്പോൾ നമ്മൾ കോടതി ചോദിച്ചു എന്താ അധിക്ഷേപം? അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിക്കാതെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. തോന്നുന്നില്ല, ഇരിക്കട്ടെ, 2 ദിവസം ഇലക്ഷൻ സമയമാണ്, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ.
ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുക്കാം. ആദ്യ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. രണ്ടാമത്തെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു. മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പം ജാമ്യം കിട്ടിയത്. ഇന്നലെ ഹൈക്കോടതി അടക്കം പറഞ്ഞു. അപ്പൊ എന്തിനാ അവൻ അറസ്റ്റ് ചെയ്തത്? ഇത് ഒരു ഗ്രാൻഡ് ആയിട്ടൊരു മേക്ക് ബിലീഫാണ്. ഈ മേക്ക് ബിലീഫിനപ്പുറം ഇതൊന്നും ഇല്ല എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് പേടിയും വേദനയും വരും. ഇതിന്റെ എക്സ്ട്രീം കേസാണ് ഇന്ന് ആർക്കും തർക്കമില്ലാത്ത രീതിയിൽ ചാരക്കേസ്. ഈ ചാരക്കേസ് എന്താണെന്നറിയോ? അതും കൂടെ അറിയുമ്പോഴേ നമുക്ക് അതിന്റെ ദേഷ്യം മനസ്സിലാവും. ചാരക്കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാത്ത ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി പാകിസ്ഥാന്റെ ISIക്ക് മാലിദ്വീപിലെ 2 ചാരസുന്ദരിമാരാൽ രഹസ്യം ചോർത്തി കൊടുത്തു. ഇതാണ് ചാരക്കേസ് എന്ന് പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരും പലരുമൊക്കെയായ നമ്പിനാരായണൻ അടക്കം ജയിലിലും മറ്റും കിടന്നു. നമ്പിനാരായണൻ 50 ദിവസത്തോളം ജയിലിൽ കിടന്നു. പിന്നെ 50 ലക്ഷം രൂപയോളം അതിന് കോമ്പൻസേഷൻ മറ്റും പറഞ്ഞു. ഒന്ന് നമുക്ക് അങ്ങനെ ഒരു ടെക്നോളജി ഇല്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. രണ്ട് വിഷയം എന്താ അറിയോ? ഇത് എഴുതിയ പോലീസുകാരൻ ഈ ചാരസുന്ദരി എന്ന് പറയപ്പെടുന്ന മറിയം റഷീദ, മാലിക്കാരിയായ മറിയം റഷീദയുടെ ഒരു താല്പര്യം ഉണ്ടായി. ഈ താല്പര്യത്തിന്റെ ഭാഗമായി പലതവണ അപ്രോച്ച് ചെയ്തു. അവർ സമ്മതിച്ചില്ല. അവരെ കൂടി കൊടുക്കാൻ ഇയാളൊരു കഥ ഉണ്ടാക്കിയതാണ്. ഇത് രാഹുൽ ഈശ്വറിന്റെ ഭാഷയല്ല, CBI റിപ്പോർട്ട് അങ്ങനെയാണ്. അവസാനം കൊടുത്തിരിക്കുന്ന CBI റിപ്പോർട്ട് അതാണ്. അതായത് അവരെ അടക്കം കൊടുക്കാനായി ഇയാളൊരു കഥയുണ്ടാക്കി. ഈ കഥയുടെ ഭാഗമായിട്ട് എന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ ദ്രോഹം. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആരുടെയൊക്കെയോ എഴുതി വെച്ച തിരക്കഥയുടെ ബാക്കി ഇതിന്റെ പ്രശ്നം ഇതിന്റെ എല്ലാം ഡെപ്തലായിട്ടെ നമ്മൾ കുറച്ചു പേരെ പോവും. നമ്പിനാരായണനെ ആ കാലഘട്ടത്തിൽ ഓട്ടോയിൽ ഇറക്കി വിട്ടു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വണ്ടിയിലേക്ക് പാകിസ്ഥാന് ചാരരഹസ്യം ചോർത്തി കൊടുത്ത ഒരാൾ വന്ന് കയറിയാൽ നമ്മൾ കയറ്റൂ? ഇല്ല. സാധാരണക്കാരെ കുറ്റം പറയുന്നത് എന്ത് കാര്യമാണ്? ഈ രീതിയിൽ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ പോലീസിന് സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ കോടതികൾ നിൽക്കണം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഈ 6-ാം തമ്പുരാൻ സിനിമയുണ്ട്. 6-ാം തമ്പുരാനിലെ ഏറ്റവും ഗംഭീരമായ രംഗങ്ങളിലൊന്ന് 6-ാം തമ്പുരാനിൽ നരേന്ദ്രപ്രസാദിന്റെ വീട്ടിൽ ഇരിക്കുന്ന തിരുവാഭരണങ്ങൾ വന്നാലേ നമ്മുടെ കാവിലെ ഉത്സവം നടക്കുള്ളൂ. അപ്പം ഈ ഉത്സവങ്ങൾക്ക് വേണ്ടി ഗണേഷ് കുമാർ ഒരു കൺസെൻസസ് പരിപാടിക്ക് പോലീസുകാരെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് അപ്പം നരേന്ദ്രപ്രസാദ് അയ്യോ അത് ഞങ്ങൾ എങ്ങനെ ചെയ്യും, അത് കമ്മിറ്റി തീരുമാനിക്കണമെന്ന്. ട്രസ്റ്റിന്റെ കമ്മിറ്റി കൂടണമെന്ന്. അപ്പം ഗണേഷ് കുമാർ ചോദിക്കും ആരാ കമ്മിറ്റി? അത് ഞാനും അപ്പനും സുഭദ്രയാണെന്ന് പറയും. അപ്പം എന്നിട്ട് പുള്ളിയുടെ ഒരു ചിരിയുണ്ട്. ആ ഞാനും അപ്പനും സുഭദ്ര എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന നരേന്ദ്രപ്രസാദാണ് സ്റ്റേറ്റ്, അപ്പൻ എന്ന് പറയുന്ന ജഗന്നാഥ വർമ്മ സാറാണ് ഈ പോലീസും പ്രോസിക്യൂഷനും, ആ സുഭദ്രയാണ് കോടതി. ആ സുഭദ്ര കാണിക്കുന്ന ധൈര്യം നമ്മുടെ കോടതികൾ കാണിച്ചില്ലെങ്കിൽ ഈ കമ്മിറ്റി നടന്നു പോകില്ല. അതായത് സ്റ്റേറ്റ് ഈസി ആയിട്ട് കള്ളം പറയും. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടിയൊന്നുമല്ല, നോർത്ത് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് നമ്മുടെ കന്യാസ്ത്രീമാർ 9 ദിവസം ജയിലിൽ കിടന്നത്. ആലോചിച്ചു നോക്കും. പാവപ്പെട്ട അവിടുത്തെ ആൾക്കാരെ സഹായിക്കാൻ, അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ ഇവര് സമയം കളഞ്ഞ് ഇവരുടെ കാശ് കളഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് ജോലിക്കാക്കാൻ കൊണ്ടുപോകണം. കുറെ ആൾക്കാർ വഴി തീവ്ര ഹിന്ദുത്വ സ്പെക്ട്രത്തിലുള്ള ആൾക്കാർ അവിടെ നിലമുണ്ടാക്കുന്നു. ഇവർ 9 ദിവസം ജയിലിൽ കിടക്കുന്നു. ഇവരെ തല്ലുന്നു, ഇവർ 9 ദിവസം ജയിലിൽ കിടക്കുന്നു. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കി. ആ 9 ദിവസം ജയിലിൽ. ഇപ്പം BJP-ക്കാർക്ക് ഇപ്പം താല്പര്യം മധ്യതാങ്കളിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം, അതുകൊണ്ട് കാര്യമായിട്ട് പോകും. ഇതിന്റെ എക്സ്ട്രീം വെർഷനാണ് സിദ്ദിഖ് കാപ്പൻ. 1.5 വർഷം ജയിലിൽ കിടന്നു. ഒന്ന് ആലോചിക്കണം, 1.5 വർഷം. എന്താ കേസ് എന്നറിയോ? അത് അറിഞ്ഞിരിക്കണം. ഹാത്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിന്നോക്ക ദളിത് പെൺകുട്ടിയെ, അവിടുത്തെ മുന്നോക്ക ജാതിക്കാരിലെ കുറെ ഭ്രാന്തന്മാർ, എല്ലാവരും മുന്നോക്ക ജാതിക്കാർ ഒരുപാട് പേര് നല്ലതാണ്, ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ആളാണ്, പക്ഷെ അവിടുത്തെ ഈ മുന്നോക്ക സമുദായത്തിലെ കുറെ ഭ്രാന്തന്മാർ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു. സിദ്ദിഖ് കാപ്പൻ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന ഹത്രസിന് 26-40 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് സിദ്ദിഖ് കാപ്പനെ പോലീസ് തടഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. സിദ്ദിഖ് കാപ്പൻ എഴുതാൻ പോകുന്ന ലേഖനങ്ങൾ കലാപം ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ജയിലിലിടും. അതായത് തെറ്റ് ചെയ്തു എന്നല്ല, തെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി കണ്ട്. പണ്ട് ടോം ക്രൂസിന്റെ മൈനോറിറ്റി റിപ്പോർട്ട് എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ഭാവി കണ്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് അതിലെ ഇതിവൃത്തം. ഒന്നുമില്ല. ഇനി അടുത്തും കൂടെ അറിയണം, സിദ്ദിഖ് കാപ്പന്റെ വൈഫുണ്ട് റെയ്ഹാനത്ത് മാഡം, ഒരിക്കൽ സംസാരിച്ചു. പോലീസുകാർ നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറുന്നില്ല. ഇനി അറിയേണ്ടതേ, പോലീസുകാർക്ക് നമ്മളോട് ദേഷ്യമൊന്നുമില്ല. അതൊരു സിസ്റ്റമിക്കായ കാര്യമാണ്. അവിടെയാണ് നോർത്ത് ഇന്ത്യയിലാകട്ടെ, നോർത്ത് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളാകട്ടെ, നമ്മുടെ നാട്ടിൽ പുരുഷന്മാരാകട്ടെ, ആരെങ്കിലും വേട്ടയാടുന്നതിലാണ് നമുക്ക് സന്തോഷം. ഇപ്പം എന്നോട് പറയാം, എൻ്റെ ബന്ധു കൂടിയാണ് ശബരിമല തന്ത്രി. എന്നെ 2-3 ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ കുറച്ച് തീവ്ര ഹിന്ദുത്വവാദികളും പല ആൾക്കാർ രാഷ്ട്രീയക്കാരെ വിളിച്ചു പറഞ്ഞു, തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, മന്ത്രിയെ കൂടെ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ ശക്തി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, പ്രാസം വെച്ചാണോ നാട്ടിൽ അറസ്റ്റ് ചെയ്യുന്നത്? അതായത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു എന്തിനാ മന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. CPM മാറി കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്തിനാ കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, അങ്ങനെ അറസ്റ്റ് ചെയ്യണമല്ലോ. എന്തിനാണ്? ആരും ഇല്ലാത്ത സമയത്ത് കുറച്ചെങ്കിലും വിശ്വാസികളോട് അനുഭവം കാണിച്ചിരുന്ന വ്യക്തിയാണ് കടകംപള്ളി. അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ്.
ഇനി രണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല. പക്ഷേ ഈ വേട്ടയാടലിന്റെ മൈൻഡ് സെറ്റ്, എന്നിട്ട് എല്ലാരെയും വേട്ടയാടിയിട്ട് നമ്മളാണ് ഇതേന്നും കൂടെ നമ്മൾ പറയുമ്പോഴാണ് അതിന്റെ അത് കണ്ട് രസിക്കുന്ന ഒരു കിക്ക് കിട്ടുന്ന ഒരു വിഭാഗം അപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. 10-25 വർഷമായിട്ട് മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. അതിൽ പല റോളുകൾ ചർച്ചകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമുഖം കാണുമ്പോൾ ആദ്യം എത്തുക പുരുഷപക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് അതിന്റെ ഒരു വക്താവായിട്ടൊക്കെ കണ്ട് ഉള്ള ഒരു മാറ്റം വളരെ കുറച്ച് ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുരുഷപക്ഷം ചേർന്ന് എവിടേക്ക് ഒരു സ്ത്രീ വിരോധിയാക്കിയോ? അവിടെയാണ് സ്ത്രീ വിരോധിയാണെന്ന് ബ്രാൻഡ് ചെയ്യാൻ എളുപ്പം. അപ്പം അറിയുമ്പോൾ അതിന്റെ എക്സ്റ്റെന്റ് മനസ്സിലാക്കാനാണ് 11 മാസമായിട്ട് പുരുഷ കമ്മീഷൻ നിയമസഭയുടെ പരിഗണനയിലുണ്ട്. 11 മാസം കഴിഞ്ഞ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് തൊട്ട് എന്താ അവതരിപ്പിക്കാതിരിക്കുന്നതെന്ന് അറിയാമോ? അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മീഡിയക്കാര് സ്ത്രീ വിരോധികൾ എന്ന് വിളിക്കുമെന്ന് പേടിച്ചാണ് കോൺഗ്രസ്സുകാർ അവതരിപ്പിക്കാതിരിക്കുന്നത്. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയാണ് സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കാതിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയോട് വി ഡി സതീശൻ ജി അടക്കം വിളിച്ച് വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഒരു കൗതുകം കൂടി പറയാം. ക്രൂവൽ ഫേറ്റ് ഓഫ് ഐറണി എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ പുരുഷ കമ്മീഷൻ ബില്ലിനെ എതിർത്ത് തോപ്പിച്ചതും അവതരിപ്പിക്കാൻ അനുവദിക്കായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം. ഇത് ആര് പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരുന്നു. രാഹുൽ പറഞ്ഞു അത് അന്ന് പുരുഷ കമ്മീഷൻ വന്നാൽ ശരിയാവില്ല, നമ്മുടെ ഒരു പുരോഗമന സ്ത്രീപക്ഷ ലൈനിനെതിരാവും എന്ന് പറഞ്ഞ് ഞാൻ ശ്രീ വി ഡി സതീശനോടൊക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശനോടൊക്കെ പറഞ്ഞ് എൽദോസ് കുന്നപ്പള്ളി അത് അവതരിപ്പിച്ചാൽ ഞാൻ എതിർത്ത് സംസാരിക്കും, അത് വലിയ വാർത്തയാവുന്നൊക്കെ പറഞ്ഞാണ് അവസാനം വി ഡി സതീശൻ സമ്മർദ്ദം ചെയ്തത്. ഇതിന്റെ പ്രശ്നം രാഹുലിന്റെയും പ്രശ്നമല്ല, രാഹുൽ കുറച്ചുകൂടെ യങ്ങും കാര്യങ്ങളുമാണ്. പക്ഷെ ഒരുപാട് പേര് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പേര് ടാർഗറ്റഡ് ആൻഡ് ടാർണിഷ്ഡ് ആണ്. പക്ഷെ ഇത്രത്തോളം പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തികൾക്കൊപ്പം നിൽക്കുന്ന ആരോ ആയിക്കട്ടെ, അല്ലെ, ഇവർക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. എന്നിട്ട് പോലും ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ള രീതിയിലേക്ക് മെൻസ് അസോസിയേഷനെ പറ്റി ആദ്യ കേൾവിയിൽ പരിഹാസ രൂപേണയാണ് കണ്ടിട്ടുള്ളത്, അല്ലെ? അത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ശരിക്കും ആദ്യം കണ്ട് പരിഹസിച്ചിരുന്നവർ ഏറ്റവും ഒടുവിൽ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഒരു പക്ഷേ കൂടെ ചേർന്നത്, അല്ലെ? രാഹുലിന്റെ വാക്കുകളിലായിരുന്നു ശരി, അത് വേണമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ശരികളും അല്ലെങ്കിൽ ഇതിന്റെ ഒരു തിരിച്ചറിവ് വരാൻ ഒരു മരണം വേണമായിരുന്നു. മരണം വരരുതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ദൗർഭാഗ്യവശാൽ ദീപക് ഇങ്ങനെ വിട്ടുപിരിഞ്ഞു. അതാണെങ്കിൽ പറഞ്ഞ ആ കോട്ട് വളരെ പ്രധാനമാണ്, മഹാത്മാഗാന്ധിയുടെ കോട്ടാണ്. ആദ്യം അവർ നമ്മളെ അവഗണിക്കും, പിന്നീട് അവർ നമ്മളെ പരിഹസിക്കും, പിന്നീട് അവർ നമ്മളോട് യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമെന്ന്. ആദ്യം അവഗണിക്കും, പിന്നീട് പരിഹസിക്കും, പിന്നീട് അവർ യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമെന്ന് പറയുന്നത് ഈ പറയുന്നവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നാളെ അവരെയും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ആരും നിൽക്കില്ല. അപ്പം ഞാനത് പേര് പറയുന്നതല്ല, ഡോക്ടർ അരുൺ കുമാർ നമ്മുടെ റിപ്പോർട്ടറിന്റെ ഹെഡ്, അവർക്കും ഷാബാസ് എന്ന് പറയുന്നവർക്കും ഒരു കാര്യമില്ല, അതൊരു പോക്സോ ഒന്നും. ഈ കേരളത്തിൽ മാത്രമേ ഉഡായിപ്പ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി പരാതികളുള്ളൂ. ഈ തേർഡ് പാർട്ടി പരാതി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എയും ബിയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സി കൊണ്ടുപോയി പരാതി കൊടുക്കുക. ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനൊരു കള്ളത്തരം കണ്ടിട്ടുണ്ടോ? അതായത് ഇപ്പം റിപ്പോർട്ടറിന്റെ കാര്യം വെച്ച് പറയാം. റിപ്പോർട്ടർ എനിക്കൊക്കെ എതിരെ നിലപാടെടുക്കുന്നതാണ്. പക്ഷേ റിപ്പോർട്ടറിന്റെ കാര്യത്തിലും അരുൺകുമാറിന്റെ കാര്യത്തിലും ഏറ്റവും സ്ട്രോങ് ആയി സ്റ്റാൻഡ് എടുത്ത ഒരാൾ ഞാനാണ്. കോടതി അടക്കം പോസിറ്റീവ്ലി ശ്രദ്ധിച്ചു എന്നാണ് നമ്മുടെ കോടതിയിലെ ആൾക്കാർ പറയുന്നത്. അരുൺകുമാർ, ഡോക്ടർ അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. അരുൺ ഒരാളോട് തമാശ പറഞ്ഞു, നീ അവളുടെ അടുത്ത് നീ റിപ്പോർട്ടിങ്ങിന് പോകണ്ടെന്ന് വെറും ഒരു തമാശ പറഞ്ഞു. ഇതിന്റെ പേരിൽ പോക്സോ വേറൊരുത്തം കൊണ്ടുപോയി കേസ് കൊടുത്തു. അവനെന്താ ഇത് കാര്യം? ആ പെൺകുട്ടിക്ക് പ്രശ്നമില്ല, ആ പെൺകുട്ടിയുടെ അച്ഛന് പ്രശ്നമില്ല, ആ പെൺകുട്ടിയുടെ അമ്മയുടെ പ്രശ്നമില്ല, ആ പെൺകുട്ടിയുടെ സ്കൂളിന് പ്രശ്നമില്ല, ടീച്ചർമാർക്ക് പ്രശ്നമില്ല. അവരത് തമാശയായിട്ട് എടുത്തു. എന്തോ ഒപ്പനയുടെ കാര്യം എന്തോ പറഞ്ഞു, നല്ല മുൻചത്തിയാണല്ലോ, ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? നമ്മൾ സ്കൂളിലെ പിള്ളേരെ കളിയാക്കാൻ വേണ്ടി ചോദിക്കൂലേ, ആ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒക്കെ ഉണ്ടോ? ഇത് ചോദിച്ചത് ഇവൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. കാര്യം എന്താ? അവനതൊരു റീച്ചാണ്, അവനത് ആൾക്കാരെ വേട്ടയാടാൻ. ഈ തേർഡ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10 പരാതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പരാതി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നതിൽ 5 പരാതി രാഹുലിന് അനുകൂലമാണ്, 5 പരാതി വഴി കിടക്കുന്ന ഏതോരുത്തനാണ്. പക്ഷേ ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഈ കേസിന്റെ ഹെഡ്ലൈൻ മാത്രമാണ് ആളുകളിലേക്ക് എത്തുക, ബാക്കി കൂട്ടിച്ചേർക്കുന്ന ആൾ എന്ത് വിചാരിക്കും? കേൾക്കുന്ന ആൾ വിചാരിക്കും 10 പെൺകുട്ടികൾ രാഹുലിനെതിരെ പരാതി കൊടുത്തു. ശരിക്കും 5 പരാതികൾ രാഹുൽ അനുകൂലമാണ്, 1-2 പരാതി ഒരാൾ തന്നെ കൊടുത്തതാണ്. ഇയാള് ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായും പരാതി കൊടുക്കും, വേണ്ടതല്ല. എയും ബിയും പ്രശ്നം ഉണ്ടാകുന്നതിന് ഡി കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതിന് എന്ത് കാര്യമാണ്? പക്ഷേ അത് ചെയ്യുമ്പോൾ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം, ടാർണിഷ് ചെയ്യാം. രാഹുലിനെതിരെ നിരന്തര പരാതികൾ. ഇപ്പൊ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു കള്ള ഹെഡ്ലൈൻ ഞാൻ പറയാം. 3ാം ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് എങ്ങനെയാ 3ാം ബലാത്സംഗ കേസ് ആവുന്നത്? 1ാം കേസിൽ കോടതി ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു, 2ാം കേസിൽ കോടതി പരാതിയിൽ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ ഇത് 3ാം ബലാത്സംഗ കേസ് ആവുന്നത്? ഇതല്ലേ 1ാം ബലാത്സംഗ കേസ്? അതായത് കോടതി പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് 1ാം കേസാവൂ. പരാതിയിൽ സംശയം ഉണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് 2ാം കേസാവൂ. പക്ഷേ എന്ന് പറയുമ്പോഴേ ഒരു ഗുമ്മുള്ളൂ, എന്ന് പറയുമ്പോഴേ ഒരു പഞ്ചുള്ളൂ. അപ്പൊ ഈ പഞ്ചിന് വേണ്ടി ആൾക്കാരുടെ ജീവിതത്തെ പഞ്ച് ചെയ്യരുത്. ഇതിന്റെ എക്സ്ട്രീം വേർഷനാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ കണ്ടത്. കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീ കള്ളം പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അവർ 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കള്ളം പറഞ്ഞു, എല്ലാവർക്കും അറിയാം. പക്ഷേ ഉമ്മൻചാണ്ടി വർഷങ്ങളോളം അതുകൊണ്ട് വേട്ടയാടപ്പെട്ടു.
ഇത് ഒരു ഈസി സ്പേസ് ആണ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഒരു പക്ഷേ ചോദിച്ച ഓർമ്മയാണ്, ഉമ്മൻചാണ്ടിക്കും നിവിൻ പോളിക്കും ഒക്കെ നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമുക്ക് എന്ത് നീതി കിട്ടാൻ? അപ്പോൾ കഴിയുന്നത്ര ഇനി അവിടെ ഞാൻ ഷിംജിതയുടെ കാര്യവും പറഞ്ഞു. മറ്റേ ദീപകിന്റെ കേസിലുള്ള ഷിംജിതയും കല്ലെറിയണമെന്നല്ല. എനിക്ക് ഉറപ്പുണ്ട് ഷിംജിത ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചൊന്നുമല്ല ഈ വീഡിയോ ഇട്ടത്. പക്ഷേ ഷിംജിത 7 വീഡിയോ എടുത്തു എന്ന് പറയുമ്പോൾ ഷിംജിത കോണ്ടന്റ് ആയിട്ട് ഇവനെ ഉപയോഗിച്ചു. അപ്പൊ അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു ശിക്ഷ കിട്ടണം. അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു ശിക്ഷ എന്ന് പറഞ്ഞാൽ ഷിംജിതയെ എന്താ പറയുക കല്ലെറിയണമെന്നല്ല. വേറൊരാൾ പറയുന്നതായിട്ട് കേട്ടു, ഇങ്ങനെ കോണ്ടന്റ് എടുക്കുന്ന സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് ജയിലിൽ പോകണമെന്നൊക്കെ. അതിന് മറ്റേ ഭ്രാന്തന്മാർ അതിനടുത്താണ്. ഇത് ഈ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഈ രണ്ടേ ഉള്ളൂ. ഈ പറഞ്ഞ ഈ പറഞ്ഞ വ്യക്തി എന്നിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ദ്രോഹിക്കല്ലേ, നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി എല്ലാവരുടെയും കാല് പിടിച്ച് കഴിയുന്നത്ര ഇൻക്ലൂസീവ് ആയിട്ടൊരു സാധനം കൊണ്ടുവരുമ്പോൾ ഇനി നിങ്ങളുടെ പേരിൽ നമ്മളെ ആക്രമിക്കും. അപ്പൊ അതുകൊണ്ട് ഓവർ ആക്കാതിരുന്നാൽ മതി. ഒരു മയത്തിലും മിതത്വത്തിലും നമ്മൾ പോയാൽ ആ ചർച്ചകളിൽ തന്നെ വളരെ ഏറ്റവും എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പോയിന്റ് തോന്നിയത് രാജുൽ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇനി ഇതും അതിജീവിതം എന്ന് വിളിക്കൂ എന്ന് ചോദിക്കുന്നിടത്ത് ബാധിക്കുന്നത് ശ്രീലക്ഷ്മി ആർക്കെങ്കിലും സംസാരിക്കുന്ന വാക്കുകളിലേക്ക് വേണമെന്ന് ഓൾറെഡി. ഇനി തമാശ എന്താ അറിയോ, ഓൾറെഡി ഈ പെൺകുട്ടി ആദ്യം പരാതി കൊടുത്തിരുന്നെങ്കിൽ ഷിംജിത അതിജീവിതയായി വെളിയിൽ വിലസുകയും ദീപക് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. ദീപക്കും ശ്രീ റോയ് CJ പോലെ തന്നെ ആ ജയില് അപമാന ഭാരം പേടിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. വേറെ എന്തിനാ? ഇത് ദീപകിന്റെ വിഷയത്തിൽ കുറെ കൂടി ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം നേരത്തെ പറഞ്ഞൊരു മരണം വരെ വന്നു ആളുകളുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ ഇതിലൊരു ശരിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ന് പറയുന്നു. ആ മരണത്തിന് മുമ്പായിട്ട് ഇതൊരു പരാതിയായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ ദീപകിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ശരിക്കും നേരെ തിരിയുമായിരുന്നു. നേരെ തിരിയുമെന്ന് മാത്രമല്ല, ദീപക് 1 ആഴ്ചയോ 2 ആഴ്ചയോ ജയിലിൽ കിടക്കും. ഷിംജിതയുടെ പേര് പോലും പറയാൻ കഴിയില്ല. അവൾ ദീപകിന്റെ മരണത്തിൽ പോലും ആളുകൾ പിന്തുണയ്ക്കാതിരിക്കായിരുന്നില്ല. അല്ല, വലിയൊരു ശതമാനം കേരള സമൂഹം ദീപകിനൊപ്പമാണ് നിന്നത്. ഞങ്ങൾ 3.4 ലക്ഷം 3,17,000 രൂപയോളം കൊണ്ടു കൊടുത്തു, കൂടുതൽ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു ജീവിതം പൊരിഞ്ഞതല്ലേ. എന്നിട്ട് പോലും ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്നവർ, നല്ല ഫെമിനിസ്റ്റുകൾ ചെയ്തില്ല, തീവ്ര ഫെമിനാസി എന്നൊക്കെ വിളിക്കുന്ന നിലപാടെടുക്കുന്നവർ ബാലൻസ് അല്ല, എന്താ ദീപകിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു. ദീപകിന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? ദീപക് ആകെ ഒരു മൈക്രോ സെക്കൻഡ് കൈ വരുന്നതാണ് കാണുന്നത്. അത് ദീപകിന്റെ കയ്യിൽ സൂക്ഷിച്ചു നോക്കി അറിയാം, മൊബൈലോ എന്തോ ഒരു കാര്യമുണ്ട്. ഈ കാര്യം വരുന്നത് ഇത് 7 വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത് ഒറ്റ സാധനമേ കിട്ടിയുള്ളെങ്കിൽ ഒന്നുമില്ലെന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിച്ചുകൂടെ? അപ്പം ഇതിന്റെ പ്രശ്നം ഇത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടണം. കേസ് തെളിയിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും, ആത്മഹത്യ പറയണമെന്നൊക്കെ എങ്ങനെ കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ ഇനി അടുത്ത തവണ എടുക്കുമ്പോൾ വേറൊരു ദീപക് ഉണ്ടാവരുത് എന്ന് ചിന്തിക്കാൻ നമുക്കാകണം. ഇതിന്റെ പല വേർഷൻസും ഉണ്ട്. നമ്മളൊരിക്കൽ മുമ്പ് പല വേദിയിൽ ഞാൻ പറഞ്ഞു പോലെ നമ്മുടെ KR മീര ഗ്രീഷ്മ ഷാരനെ വിഷം കൊടുത്തു കൊന്നു. അതിനെ ന്യായീകരിക്കുക മാത്രമല്ല, ചില സമയങ്ങളിൽ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരുമെന്ന് KR മീരയെ പോലെ വലിയൊരു എഴുത്തുകാരി, അവരുടെ എഴുത്തിനെ ബഹുമാനമാണ്. സൈഡിലിരിക്കുന്നവരാണ് ചിരിക്കുന്നുണ്ട്. അവനെയാണ് എനിക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് നോക്കിയിരിക്കുന്നത്. നീ എന്തിനാണാ ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ. അതായത് ഗ്രീഷ്മ അങ്ങനെ കൊന്നതിനെ ന്യായീകരിക്കുകയും കൂടെ ചെയ്യുകയാണ്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനോ താങ്കളോ അടക്കം എപ്പോഴെങ്കിലും ഷാരൻ ഗ്രീഷ്മയെ കൊന്നിട്ട് നമ്മൾ പറയുകയാണ് തലയിലാവുന്നു തൊല്ലേന്ന് വിചാരിച്ച അവസാനം കലക്കി കൊടുത്താണ്, ചില സമയങ്ങളിൽ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യും. പക്ഷേ KR മീര പറഞ്ഞത് തെറ്റാന്ന് പറയാനുള്ള മാന്യത പോലും ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മര്യാദ കാണിക്കേണ്ട. നിവിൻ പോളിയുടെ കേസ്, നിവിൻ പോളി തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ പരാതി നൽകി. നിവിൻ പോളിയുടെ പരാതി പോലും DGPയും പോലീസും വേണ്ട രീതിയിൽ പരിഗണിച്ച ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? കൊടുക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പോലീസുകാർക്ക് അതൊരു വിളിയാവും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചോദ്യത്തിന്റെ കാര്യം വരും. KR മീരക്കെതിരെ ആദ്യം പരാതി കൊടുത്തപ്പോൾ നമുക്ക് റെസീറ്റ് തരില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറകെ നടന്ന് റെസീറ്റ് ഇടിപ്പിച്ചു. അതിനപ്പുറം ആക്ഷൻ ഒന്നും ഉണ്ടാകുമല്ലോ, പക്ഷെ അത്രയെങ്കിലും ഉണ്ടാകട്ടെ. ഈ കൾച്ചർ, ഒരു പുരുഷപക്ഷവും ഉണ്ടെന്ന കൾച്ചർ കൊണ്ടുവരണം. എന്നാൽ സ്ത്രീ ഇപ്പം നേരത്തെ ഷിംജിതയുടെ കാര്യം പറഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ബസ്സിലോ ട്രെയിനിലോ ദുരനുഭവം ഉണ്ടാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണം. പക്ഷെ എടുത്ത് പോലീസിന് പരാതി കൊടുക്കണം. അത് റീച്ചും ലൈക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയി സ്കോർ ചെയ്തു. ഇത് പലപ്പോഴും നിങ്ങൾ ഇതിലേക്കൊരു മാധ്യമ വിചാരണയ്ക്കോ അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയ്ക്കോ ഇത് മാറുന്നുണ്ട് അല്ലെ? ഇത് പലപ്പോഴും മാധ്യമങ്ങളായിട്ട് കോടതിയായിട്ട് മാറുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരി തെറ്റുകൾക്ക് മുമ്പേ തന്നെ ഇത് പ്രതിയായിട്ട് വിധിക്കപ്പെടുകയും അവനേറെ കല്ലറിയിലൊക്കെ നടന്നു. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റുള്ള നടപടികളേക്കാൾ ഉപരിയായിട്ട് ഈ മാധ്യമ വിചാരണ നടക്കുന്നതിനെ കുറിച്ചാണ് കുറെ കൂടി ശരിക്കും ജയിലിനെ പേടി മാത്രമല്ല ഈ അപമാന ഭാരം കൊണ്ടാണ്. അവിടെയാണ് ഷിംജിതയെ പോലെ നാളെ പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തോ, പക്ഷെ എടുത്തിട്ട് എന്ത് ചെയ്യണം?
ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണം, സാർ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുക്കണം. പക്ഷേ ഷിംജിത ചെയ്തത് എന്താ, എനിക്ക് 10-20 ലക്ഷം ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും, 23 ലക്ഷമോ 27 ലക്ഷം പേരെന്തോ ആ കുട്ടിയുടെ വീഡിയോ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവളത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു, അതാണ് പ്രശ്നം. അപ്പം വീഡിയോ എടുത്തതല്ല, വീഡിയോ എടുത്ത് പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തില്ല. ഒരിക്കൽ പോലും ഈ 7 വീഡിയോ എടുക്കുന്ന അവസരത്തിൽ കണ്ടക്ടറോട് കംപ്ലൈൻറ്റ് ചെയ്തില്ല. ഇയാൾ മാറി നിൽക്കാൻ പറയുന്നില്ല, കണ്ടക്ടറോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഷിംജിത യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ഒരു കോണ്ടൻ്റായിട്ട് ഒരാളെ ജീവിതത്തെ ഉപയോഗിച്ച് തകർത്തു. ഷിംജിതയ്ക്ക് മാത്രമല്ല തെറ്റ്, നമുക്കും ഉണ്ട്. നമ്മളടങ്ങുന്ന പൊതുസമൂഹത്തെ ദീപക് ഒരു നിമിഷമെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ കടന്നു കൈ ചെയ്യില്ലായിരുന്നു. നമുക്കെല്ലാം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പോട്ടെ, 2-3 മാസം നമ്മൾ പുറകെ പോവും. ജനുവരി 17 ഞങ്ങൾ പുരുഷാവകാശ ദിനം ആചരിക്കും. പക്ഷേ വീട്ടുകാർക്ക് പോയത് പോയില്ലേ, വീട്ടുകാർക്ക് ഇനി അത് തിരിച്ചു വരവില്ലല്ലോ. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും സീനിയർ മറ്റേ സിസ്റ്റത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ഞങ്ങൾ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നു. വ്യാജ പരാതികളൊക്കെ പെടുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വേറൊരു ഉമ്മയെ കൊണ്ടുവന്നു, സുനീർ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ജൂലൈയിലാണ് ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾ DGP അടുത്ത് പോയി, SP അടുത്ത് പോയി കംപ്ലയിൻറ്റ് ഇടിച്ചു. ഇപ്പം സുനീറിൻ്റെ വൈഫ് ഈ ഉമ്മയ്ക്കെതിരെ അടുത്ത വ്യാജ പരാതി കൊടുത്ത് 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രോപ്പർട്ടി അടക്കം അറ്റാച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം, പെണ്ണ് പരാതി കൊടുത്താൽ സ്പീഡിൽ പോവും, ആണിന് വേണ്ടി പെണ്ണ് പരാതി കൊടുത്താൽ പോലും മൈൻഡ് ചെയ്യില്ല. ആ ആൺ പെൺ വ്യത്യാസം അവിടെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ പറയണ ഇത്രയേ ഉള്ളൂ, പെണ്ണിന് മേൽക്കൈ കൊടുത്തോളൂ, പെണ്ണിന് പ്രിഫറൻസ് കൊടുത്തോളൂ, പക്ഷെ ആണിനെ ചവിട്ടിത്തേക്കരുത്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വാദി പ്രതി എന്ന് പറയാറുണ്ട്. പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടി വാദിച്ച ഒരാൾ അകത്തായി. അത് നമ്മൾ ഏറ്റവും രസമായിട്ടുള്ള അതിന്റെ കൗണ്ട് ആയിരുന്നത്. പരാതി വന്നത് രാഹുലിന്, അകത്ത് പോയ രാഹുൽ പക്ഷെ അതല്ല അല്ലെ, മാങ്കൂട്ടത്തിൽ. എനിക്ക് ഏതൊരു കാർട്ടൂൺ ഏതൊരു പത്രത്തിൽ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാങ്കൂട്ടത്തിൽ പുറത്ത് ഈശ്വര. ഇതിന്റെ കാര്യം, അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആണ്. ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. വേടനെതിരെ ഇതേപോലെ കുറെ ആരോപണങ്ങൾ വന്നു. വേടനടക്കം ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തത് എന്തുകൊണ്ടാണ്? കാര്യം സർക്കാരിന് ആ വേടന്റെ വോട്ട് ബാങ്കിൽ ഒരു താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് വേടനകത്ത് തീർക്കാത്തത്. വേടനെതിരെ റേപ്പ് ആരോപണമാണ് വന്നത്. എനിക്കെതിരെ വന്ന ആരോപണം സ്റ്റേഷൻ ജാമ്യം തരാൻ കഴിയുന്നതോ അല്ലെങ്കിൽ കോടതി ജാമ്യം തരാൻ കഴിയുന്നതോ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും. ഇപ്പം ഇതിലെ ആരോപണം ഉണ്ടായി, പക്ഷെ അവാർഡ് നിഷേധിക്കാൻ ഒരു കാരണമായില്ല, എതിർപ്പുകൾ സംഭവിച്ചെങ്കിലും. പക്ഷെ ആരോപണം ഉണ്ടായി, അതുകൊണ്ടാണ് ശരിക്കും അവാർഡ് കൊടുത്തത്. പക്ഷെ ഇതിനു മുമ്പ് ഹോം സിനിമയെ ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിലേക്ക് ഇതേ ആരോപണ വിധേയമായിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് ഇതിന് അവാർഡ് നിഷേധിക്കേണ്ടത് അല്ല. ഹോം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഇന്ദ്രൻസെന്റെ അവാർഡ് അതിൽ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടെന്നുള്ള രീതിയിലേക്ക് ഇതിൽ വിജയബാബു ഇരട്ടത്താപ്പല്ല, ശരിക്കും ഇരട്ടത്താപ്പാണ്. എന്താ അറിയോ, ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അറിയണം. അതായത് കോൺഗ്രസിനും BJPക്കും CPM-നും ഒക്കെ കുറെ സാമുദായിക ബേസുകളുണ്ട്. ഈ ബേസുകളും കൂടി നോക്കിയാണ് ഇവരെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. BJPയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വ ബേസാണ്. പ്രത്യേകിച്ച് സവർണ ഹിന്ദു സമൂഹം, നമ്മുടെ നാട്ടിലാണെങ്കിൽ നായർ, നമ്പൂതിരി അടക്കമുള്ള സമൂഹം, ഇപ്പം കുറച്ച് നസ്രാണി വോട്ടുകൾ, ഇതാണ് അവർ നോക്കുന്നത്. CPM-നാണെങ്കിൽ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളാണ്, ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾക്കാണ്. അപ്പം വേടൻ റെപ്രസെന്റ് ചെയ്യുന്നത്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുറച്ചെടുത്ത് മുമ്പോട്ട് വരുന്നതാണ്. വേടൻ റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ദളിത് മുസ്ലിം ഇടത് എന്ന് പറയുന്ന വിശാലർത്ഥത്തിലുള്ളതാണ്. ഫസ്റ്റ് ദളിത്, 2 മുസ്ലിം, 3ാമത് ഇടത് എന്ന് പറയുന്നതാണ്. അപ്പം ആ വിഭാഗത്തെ കൂടെ നിർത്താൻ കൂടെ വേണ്ടിയിട്ടാണ് അതിൽ പറഞ്ഞു നിർത്തപ്പോൾ സജി ചെറിയാൻ ഭാഗം തെറ്റിപ്പോയത്. ഞങ്ങൾ വേടന് വരെ അവാർഡ് കൊടുത്തു. ഇത് കേട്ടോ എനിക്ക് തോന്നിയത് പണ്ടത്തെ സിനിമയില് ശ്രീനിവാസൻ മുകേഷിന്റെ എനിക്ക് തോന്നുന്നു ഏത് സിനിമയായിരുന്നു, മറ്റേ നെടുമുടിയൊക്കെയുള്ള സിനിമയാണ്. അതില് മുകേഷ് വന്ന് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ഡേയ് നിന്റെ പേര് വരെ രാമനായിട്ട് ഇട്ടിട്ടുണ്ടോ? അപ്പോ ശ്രീനിവാസ് ജഗാന്താറ എന്റെ പേര് വരെ. അതേപോലെ ഞങ്ങൾ വേടൻ എങ്ങനെ, വേടൻ വളരെ കഴിവുള്ളതാണ്. വേടന്റെ ആ കവിതയൊക്കെ വളരെ സ്ട്രോങ് ആണ്. ജനകീയമായിട്ട് പറഞ്ഞൊരു വരിയായിരുന്നു, പക്ഷെ അതിൽ അപകടം തിരിച്ചു. വേടനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വേടനെതിരെ പരാതി 1.5-2 വർഷം മുമ്പാണ് പല ആൾക്കാർക്കും ഉള്ളത്. അപ്പൊ ഈ സവർണ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, നീ വേടനെ സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, വേടനെതിരെ 1.5-2 വർഷം മുമ്പുള്ള പരാതികളാണ്. ഇപ്പോഴാണോ പരാതി കൊടുക്കുന്നത്? അതിലൊരു ആള് ഡോക്ടറാണെന്നാണ് പറയുന്നത്, ഒരു പരാതിക്കാരി ഡോക്ടറാണെന്നാണ്. ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡും മറ്റും 1.5 വർഷം കാത്തിരുന്നിട്ടാണോ പരാതി കൊടുക്കുന്നത്? അപ്പം വേടനെ കൊടുക്കാൻ നോക്കല്ലേ, ഒരു വാർത്ത കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ശിക്ഷ കൊടുക്കുന്ന രീതിക്ക് തന്നെ മാറ്റമുണ്ട് എന്ന് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞ പോലെ ഷിംജിത വിഷയത്തിൽ സംസാരിച്ച് അവർക്ക് വേണ്ടി വാദിച്ച വ്യക്തിത്വം തന്നെ പറയുന്നുണ്ട്, ഇത് ഓൾറെഡി ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് മാധ്യമങ്ങളിലൂടെയാണ്, ആളുകളിലേക്ക് എത്തുന്നതോടുകൂടി ആളിത്തരത്തിൽ ചിത്രീകരിക്കുക പൊതുസമൂഹത്തിന് രീതിയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇതിലേക്ക്, അപ്പം അതിനർത്ഥം അവർക്ക് കേസോ പരാതിയോ അല്ല, പബ്ലിസിറ്റിയും റീച്ചുമാണ് പ്രധാനമെന്നാണ്. ഒരു സോഷ്യൽ എക്സാമ്പിൾ ഇനി അങ്ങ് എക്സാമ്പിൾ ആക്കിക്കോളൂ, പക്ഷെ പരാതി കൊടുത്ത് കോടതിയിൽ പ്രഥമദൃഷ്ട്യാ കേസ് എങ്കിലും നിന്നിട്ട് പോരെ. അല്ലാതെ ചെയ്യുന്നതിന് പിന്നിൽ ഉദ്ദേശം എന്താ? ഇതിന് ശരിക്കും എന്തായിരിക്കും അടുത്തൊരു ഘട്ടം? ഇത് ഒരു 2 കാര്യങ്ങളേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പണ്ടൊക്കെ 3 കാര്യങ്ങൾ പറയുന്നില്ല, 2 കാര്യങ്ങളിൽ പറയാം. ഒന്ന്, ഇരയുടെ പേര്
ഇര/പരാതിക്കാരി/അതിജീവിതയുടെ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തരുതാത്തതുപോലെ പുരുഷന്റെയും പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തരുത്. കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കുന്നവരെ. കോടതി പ്രഥമ ദൃഷ്ടി എനിക്കെതിരെ ഒരു വ്യാജ പോക്സോയോ സ്ത്രീ പീഡനമോ ഒന്നും ഇരിക്കട്ടെ, രാഹുൽ ഈശ്വർ പോക്സോ എന്ന് പറഞ്ഞ് എഴുതരുത്, രാഹുൽ ഈശ്വർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എഴുതരുത്. കോടതി പ്രഥമ ദൃഷ്ടിയാ ഈ കേസ് നിലനിൽക്കും എന്ന് പറയുന്നത് വരെ അതുവരെ കൊടുക്കാൻ പാടില്ല. 1. 2, പുരുഷ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ വന്ന് ഓൾറെഡി ഒരുപാട് പുരുഷന്മാർ ട്രോമയിലും മറ്റുമാണ്. ഇവർക്കൊരു മെന്ററിങ്, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളും ഒരു സപ്പോർട്ട് സിസ്റ്റവും കൊടുക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആവും. ബാക്കി കുറേ നീഡുകളുണ്ട്, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു ഹെൽപ്പ് ലൈൻ അടക്കമുള്ള നമ്പറുമായിട്ടും മറ്റുമൊക്കെ നമ്മളിപ്പോൾ അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരുപാട് പേര് പെട്ടുപോവാണ് വിത്തൗട്ട് നോ വൺ ടു ഹെൽപ്പ്. നമ്മൾ അവരുടെ വേദനകളും മറ്റും അറിയുന്നില്ല. വ്യാജ പോക്സോയിലൊക്കെ 20 വർഷം കിട്ടിക്കിടക്കുന്നവരുണ്ട്. അതായത് +1ഉം +2ഉം നിൽക്കുന്ന പിള്ളേർക്ക് ഒരു ഇൻറ്റിമേറ്റ് മൊമെൻ്റ് ഉണ്ടായാൽ പെണ്ണിൻ്റെ വീട്ടുകാർ ഇവരോട് പ്രതികാരം ചോദിക്കാനായി പോക്സോ കൊടുക്കുകയാണ്. ഈ രീതിയിൽ പെടുത്തുന്നവരുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പയ്യനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു പയ്യൻ ജയിലിലുണ്ടായിരുന്നു, അവോയ്ഡ് ചെയ്യാനായിട്ട് കൊണ്ട് പരാതി കൊടുത്തു. അവനിപ്പോൾ 1.5 വർഷമായിട്ട് ജയിലിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈസിയാണ് ടാർഗറ്റിൻ്റെ ആർഷോ എന്ന് പറയുന്നത്. ആൾക്കാർക്ക് ഇപ്പോൾ എന്താ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു തത്വമാണ്. അതായത് എ പേഴ്സൺ ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ നടക്കുന്നത് നേരെ തിരിച്ചാണ്. പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെൻറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ മീഡിയക്കാർ നടക്കുന്ന ടാർഗറ്റ്.